ഗസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ ഫലസ്തീൻ നേതാവ് കൂടി കൊല്ലപ്പെട്ടതോടെ വലിയ തോതിലുള്ള സംഘർഷം മുറുകി വരുന്നു. അബു ഹംസ എന്ന നാജി അബു സൈദാണ് ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഫലസ്തീൻ ഇസ്ലാമിക് ജിഹാദിന്റെ സായുധ വിഭാഗമായ അൽ ഖുദ്സ് ബ്രിഗേഡിന്റെ സൈനിക വക്താവ് കൂടിയായിരുന്നു അദ്ദേഹം. തിങ്കളാഴ്ച രാത്രിയാണ് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ അദ്ദേഹവും കുടുംബവും കൊല്ലപ്പെട്ടത്. മരണവിവരം PIJയും ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. മധ്യ ഗസയിലെ നുസറൈത്ത് അഭയാർത്ഥി ക്യാമ്പിൽ വെച്ചായിരുന്നു 25-കാരനായ ഹംസ കൊല്ലപ്പെട്ടത് എന്നാണ് വിവരങ്ങൾ പുറത്തുവന്നത്. ഇതോടുകൂടി വലിയ തോതിലുള്ള ആക്രമണത്തിനാണ് ഇറാന്റെ സഹായത്തോടെ ഹൂത്തി സംഘം തയ്യാറെടുത്തിരിക്കുന്നത്. ഗസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ ഫലസ്തീൻ തീവ്ര നേതാവ് കൊല്ലപ്പെട്ട സാഹചര്യം വലിയ യുദ്ധാന്തരീക്ഷത്തെ കൂടുതൽ കടുപ്പിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും അതോടൊപ്പം തന്നെ യുദ്ധകാല മേഖലയിൽ നിന്നുള്ള റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്. ഫലസ്തീൻ ഇസ്ലാമിക് ജിഹാദിന്റെ സായുധ വിഭാഗമായ അൽ ഖുദ്സ് ബ്രിഗേഡിന്റെ സൈനിക വക്താവായിരുന്ന അബു ഹംസ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിലാണ് കൊല്ലപ്പെട്ടതെന്ന് ആദ്യം പറഞ്ഞുവെങ്കിലും പിന്നീട് മറ്റൊരു തരത്തിലുള്ള ആക്രമണത്തിലാണ് കൊല്ലപ്പെട്ടത് എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. മധ്യ ഗസയിലെ നുസ്രൈത്ത് അഭയാർത്ഥി ക്യാമ്പിൽ വെച്ചാണ് 25-കാരനായ ഹംസ കൊല്ലപ്പെട്ടത്. ഇയാൾക്കൊപ്പം ഭാര്യയായ ഷൈമ മഹ്മൂദ് വാഷിയും ഉണ്ടായിരുന്നു. മരണത്തിന് ഒരാഴ്ച മുമ്പായിരുന്നു ഇവരുടെ വിവാഹം. അബു ഹംസയുടെ മാതാപിതാക്കളും സഹോദരന്റെ കുടുംബവും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. ബസ് ഡ്രൈവറായിരുന്ന ഹംസ ഫലസ്തീൻ ഇസ്ലാമിക് ജിഹാദിന്റെ മുൻനിരയിലേക്ക് എത്തിയത് അതിവേഗത്തിലായിരുന്നു. ജിഹാദി പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്ന അബു ഹംസ വെസ്റ്റ് ബാങ്ക്, ഗസ, ഇന്നത്തെ ഇസ്രായേലിന്റെ മറ്റു പ്രദേശങ്ങൾ എന്നിവിടങ്ങൾ ഉൾപ്പെടുത്തിയുള്ള ഫലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തിനു വേണ്ടിയാണ് വലിയ തോതിൽ പ്രവർത്തിച്ചിരുന്നത്. 1981 ഈജിപ്തിലെ ഫലസ്തീൻ വിദ്യാർത്ഥികൾ സ്ഥാപിച്ച പ്രസ്ഥാനമാണ് ഫലസ്തീൻ ഇസ്ലാമിക് ജിഹാദ്. അത്യധികം ബഹുമാനത്തോടെയും അതിലേറെ അഭിമാനത്തോടെയും ഫലസ്തീനിലെ ഇസ്ലാമിക് ജിഹാദ് പ്രസ്ഥാനം നമ്മുടെ മഹത്തായ ഫലസ്തീൻ ജനതയോടും അറബ് ഇസ്ലാമിക രാഷ്ട്രങ്ങളോടും നേതാവ് അബു നാജി സയ്യിദ് അബു ഹംസ രക്തസാക്ഷിത്വം പ്രഖ്യാപിക്കുന്നു എന്നാണ് അദ്ദേഹത്തിന്റെയും കുടുംബത്തിന്റെയും സഹോദരന്റെയും കുടുംബത്തിന്റെയും ലക്ഷ്യം വെച്ചുള്ള വഞ്ചനാപരമായ ആക്രമണത്തിൽ ക്രിമിനൽ സൈന്യം അദ്ദേഹത്തെ വധിച്ചു എന്നും കൂടി ചേർത്താണ് PIJ ഔദ്യോഗിക പ്രസ്താവന പുറത്തിറക്കിയത്. നാസി സയനിസ്റ്റ് സ്ഥാപനം നടത്തിയ വഞ്ചനാപരവും വെറുപ്പുളവാക്കുന്നതുമായ ഈ കൊലപാതകം അവരുടെ ലക്ഷ്യങ്ങൾ പൂർണ്ണമായും പരാജയപ്പെടുന്നവരെ നമ്മുടെ ജനങ്ങളുടെയും അവകാശങ്ങളുടെയും സംരക്ഷിക്കുന്നതിന് തുടരാനുള്ള നമ്മുടെ ദൃഢനിശ്ചയത്തെ ശക്തിപ്പെടുത്തും എന്നും PIJ പറഞ്ഞിരുന്നു. ഹൂതികളും ഇറാനും യുദ്ധകാലത്തിലേക്ക് വലിയ തോതിൽ നീങ്ങി വരുന്നത് രണ്ടും കൽപ്പിച്ച് നീങ്ങുന്ന ഖമേനിയുടെ പട അടക്കമുള്ള കാര്യങ്ങൾ US-നും അതോടൊപ്പം തന്നെ ഇസ്രായേലിനും ഒരുപോലെ പ്രശ്നമായി മാറിയിരിക്കുകയാണ്. പ്രദേശത്തെ സംഘർഷം കുറയ്ക്കാൻ ശ്രമിക്കുമ്പോൾ വീണ്ടും പ്രശ്നങ്ങൾ കൂടുതലായി ആവർത്തിക്കുന്നത് വലിയ തോതിൽ കെണിയാണ് ഇവർക്ക് വരുത്തി വച്ചിരിക്കുന്നത്. അടിയന്തരമായി ഈ പ്രശ്നം പരിഹരിക്കണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഇരു രാജ്യങ്ങളിൽ നിന്നുമുള്ള വിദഗ്ധർ മധ്യസ്ഥ രാജ്യങ്ങളെ സമീപിക്കുന്നുണ്ട്.